ഇപ്പൊ 2021 മുതൽ സീരിയലിലാണ് ശരിക്കും പറഞ്ഞാൽ ത്രൂ ഔട്ട്. അതിന്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ സീരിയലിന്റെ തിരക്ക് കാരണം പല സിനിമയും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെ. പക്ഷെ എന്റെ ഇടയ്ക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റി മമ്മൂക്കയുടെ കൂടെ. അതിപ്പോ ഡൊമിനിക്കോ OTT വരാൻ പോവാണെന്ന് കേട്ടു. അപ്പൊ ആ അനുഭവം എങ്ങനെയായിരുന്നു? കാരണം മമ്മൂക്കയുടെ കൂടെയാണ് ഉള്ള സീൻ മുഴുവനും മമ്മൂക്കയുടെ കൂടെ തന്നെയാണ്. അതെങ്ങനെ കിട്ടി? ഞാൻ പറഞ്ഞ ആ ഒരു ഗൗതം മേനോൻ സാറിന്റെ ഡയറക്ഷൻ. അതെ, അതിലേക്ക് അതിൽ അസോസിയേറ്റ് ഉണ്ട്, എനിക്കറിയാം. മച്ചാൻ എന്നോട് ഇങ്ങനെ ഞങ്ങളൊരു പടം മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ബ്രോ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിൻ്റെ കുറച്ച് ഫോട്ടോസ് വേണം, ലേറ്റസ്റ്റ് ഫോട്ടോ. അപ്പം ഞാൻ മഴവിൽ മനോരമയിൽ തന്നെ കഥാനായകൻ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കും, തൃപ്രയാറാണ് ഷൂട്ട്. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തു. ഇടയ്ക്ക് ഞാൻ അങ്ങനെ വിളിക്കും, ഞാൻ അങ്ങോട്ട് വിളിച്ച് ബ്രോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ബ്രോ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളെ പുള്ളി പറഞ്ഞ ഒരു പടമുണ്ട്, ഞാൻ പറയാം, ചെറിയ സാധനമാണ്, വലിയ സംഭവമൊന്നുമല്ല, ചെയ്യാം, നീ നമ്മളാ റെഡി, സിനിമയല്ലേ, ചെറുത് വലുതൊന്നും ഇല്ലല്ലോ, സിനിമയിൽ ഒരു സീനാണെങ്കിലും ഞാൻ അത്രയ്ക്ക് പുറകെ നടക്കുന്ന ആളല്ലേ. ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഡേറ്റ് ചോദിച്ചു, എന്നോട് പറഞ്ഞു ഇന്ന ഡേറ്റ് കൺട്രോളർ വിളിക്കുന്നു, കൺട്രോളർ വിളിച്ചു. പക്ഷെ അപ്പോഴും ഞാൻ മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് വിളിക്കുന്നു പറയുമ്പോൾ ഞാനത് എനിക്കിപ്പോഴും അത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതമാണ്. കാരണം മമ്മൂട്ടി കമ്പനി എന്നുള്ള പ്രൊഡക്ഷൻ, മമ്മൂക്കയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ച് നമ്മളോട് സാർ ഇന്ന ഡേറ്റിൽ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നു പറഞ്ഞാൽ എനിക്കത് പറയുമ്പോൾ തന്നെ പ്രകാരം അറിയാമല്ലോ. അങ്ങനെ വിളിച്ചു ചോദിച്ചു, ഞാൻ അവൈലബിൾ ആണ്. അപ്പോൾ സീരിയൽ നമ്മൾ കുഴപ്പമില്ല, സീരിയൽ ഞാൻ പറയാം, റെഡിയാക്കാം എന്ന് പറഞ്ഞു, പെർമിഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഡേറ്റൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു കൺഫ്യൂഷൻ വന്നപ്പോഴാണെന്ന് അറിയോ, ഈ പറഞ്ഞ ഡേറ്റിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്ന്, അപ്പം നമ്മളിപ്പോൾ സീരിയലിൻ്റെ ഡേറ്റ് എല്ലാ മാസവും ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ഉണ്ട്, ഒരു 10 ദിവസം 15 ദിവസം. ആ ഡേറ്റ് അവർ പറഞ്ഞ സമയമാണ്. ആ സമയത്ത് നമുക്ക് വേറെ കമ്മിറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സിനിമയുടെ കാര്യം പറഞ്ഞു, മമ്മൂക്കയുടെ പടത്തിനകത്ത് വിളിച്ചിട്ടുണ്ട്, മമ്മൂട്ടി കമ്പനിയുടെ. അപ്പോൾ എനിക്ക് 2 ദിവസം 1-2 ദിവസം വേണം. അതൊന്നും കുഴപ്പമില്ല, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഡേറ്റൊക്കെ റെഡിയാക്കി നിൽക്കുകയാണ്. സീരിയൽ ഷൂട്ടിന് പോയി, ഷൂട്ട് നടക്കുകയാണ്. നടക്കുമ്പോഴേക്കും കൺട്രോൾ വിളിക്കുന്നു, അസ്മീരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ നാളെയാണ്. ഞങ്ങൾ നാളെയോ? അപ്പോഴേക്കും ആക്ച്വൽ പറഞ്ഞനുസരിച്ചിട്ട് കുറച്ച് ഡേറ്റ് അപ്പുറത്താണ് പറഞ്ഞു ആ ക്യാരക്ടർ മാറി വേറൊരു ക്യാരക്ടറാണ്. അപ്പോഴും പറയുന്നില്ല എന്താണെന്നുള്ളത്, എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറയും, നാളെ ഇവിടെ ഓൾറെഡി ഞാൻ ഇവർ കുറച്ച് സീരിയലിൽ കുറേ കോമ്പിനേഷൻസ് എല്ലാം ഉള്ള എല്ലാ ആർട്ടിസ്റ്റും, ശ്രീലക്ഷ്മി ചേച്ചിയും എല്ലാവരും ഉള്ള സീൻസാണ്. അപ്പോൾ നമ്മൾ ഒരാൾ കാരണം അത് ശരിയാവില്ല. അപ്പോൾ ഞാൻ പറയോ, എനിക്ക് ടെൻഷനാണ്. ഇപ്പോൾ ആ സിനിമ പോകും, ഒന്നൊരു സിനിമയിലെ സീരിയൽ. പിന്നെ ഞാൻ അവസാനം നിശാന്ത് ഏട്ടൻ ഡയറക്ടറോട് എനിക്ക് ആ കാര്യത്തിൽ നിശാന്ത് ഏട്ടനോട് വളരെയധികം നന്ദിയുണ്ട്. കാരണം പുള്ളി ഞാൻ പറഞ്ഞു, നിശാന്ത് ഏട്ടൻ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. നീ പറഞ്ഞിരുന്നു ആയിട്ടില്ലല്ലോ സമയം. ഞാൻ പറഞ്ഞല്ല, നാളെയാണ്. നാളെയോ? നാളെയുടെ ഷൂട്ടല്ലേ, ഇവിടെ ഷൂട്ടാണ്, എല്ലാം പ്ലാൻഡ് അല്ലേ, ഇനി എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ പറയും, എനിക്കറിയില്ല. പറയാം, ഞാൻ നോക്കട്ടെ. പുള്ളിക്ക് സീരിയൽ അറിയാമല്ലോ, ഇത്രയും സീൻസ് എടുക്കണം, സമയം ഡെയിലി പോകേണ്ടതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പുള്ളി ഞാൻ നോക്കട്ടെ. പുള്ളി പാവം വിളിച്ച് ചാർട്ടൊക്കെ എടുത്ത് പിന്നെയും നാളെ അല്ലേ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, മറ്റന്നാൾ വരണം. ഞാൻ ഓക്കെ. കുറച്ച് ഞാൻ പുള്ളിയെ വിളിച്ചാൽ ചേട്ടാ ഞാൻ നാളെ വരാം, വിളിച്ച് പറയാൻ പറഞ്ഞല്ലോ. അല്ല, ചിലപ്പോൾ മറ്റന്നാളും വേണം. അത് കൂടി കേട്ടപ്പോൾ എൻ്റെ ഏറുപോയി. ഉറപ്പായി ഞാൻ ഇനി ഈ സിനിമ ചെയ്യില്ല. കാരണം ഒരു ദിവസം ഇവർ നമുക്ക് വേണ്ടി സീരിയൽ പോയ കഞ്ഞൂടി മുട്ടും മാത്രമല്ല, അത് വളരെ പ്രശ്നമല്ലേ, നമ്മുടെ കമ്മിറ്റ്മെന്റ് തന്നെ ഇതാണല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം പുള്ളി പറഞ്ഞാൽ മറ്റന്നാൾ ഭയങ്കര ടാസ്ക്കാണ്, അത് ടെൻഷൻ, കാരണം എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് പാവം മനുഷ്യൻ അതും സെറ്റ് ചെയ്ത് തന്നു, എന്നെ വിട്ടു. എന്നിട്ട് 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്തത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് ഉറപ്പായിരുന്നു ഇനി പോകാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ എന്നിട്ട് മലയാറ്റൂരായിരുന്നു ഫസ്റ്റ് ഡേ ഷൂട്ട്. അവിടെ പോയിട്ട് എനിക്കറിയില്ല എന്താ സീനെന്ന്. ഡയലോഗ് തന്നു, സിംഗ് സൗണ്ടാണ് പഠിക്കാൻ പറഞ്ഞു, പഠിച്ചു. പോലീസ് ക്യാരക്ടറാണ്, യൂണിഫോം എല്ലാം സെറ്റായിരുന്നു. ഈ ഓപ്പോസിറ്റ് ക്യാരക്ടറുടെ പേരുണ്ട്. അല്ല, ചെന്ന് ഇറങ്ങുന്നത് ഈ പറഞ്ഞ പുലിമടയിലേക്കാണ്. ഗൗതം മേനോൻ എന്ന് പറയുന്ന വലിയൊരു സംവിധായകന്റെ അടുത്തേക്കാണ് ചെന്നിറങ്ങുന്നത്. ഫസ്റ്റ് എന്തായിരുന്നു പുള്ളി കണ്ടപ്പോ? ഗൗതം മേനോൻ സാറിനെ കണ്ടപ്പോൾ കൂളായിട്ട് കുറെ അസിസ്റ്റൻസ് അസോസിയേറ്റ് എല്ലാം ഉണ്ട്, വലിയ ടീമായിരുന്നു, വലിയ സെറ്റായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വിജയഭവൻ കൊണ്ട്, സാർ ഇതാണ് മറ്റേ ക്യാരക്ടർ. ഹലോ, ഹായ് സാർ. അല്ല സാർ, ഞാൻ പറഞ്ഞ ആ ഒരു ഗൗതം മേനോൻ സാറ് ചെറിയൊരു സീനിൽ വരുന്ന ക്യാരക്ടർ ആണെങ്കിൽ പോലും ആ ആളെ കുറിച്ച് അന്വേഷിക്കാതെ ആളെ അഭിനയിക്കുന്ന ആളാണെന്ന് അറിയാതെ വിളിച്ചു വരത്തില്ല. അപ്പൊ എന്തായാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഉണ്ടായിരിക്കും. പുള്ളി അപ്പം സംസാരിച്ചപ്പോൾ എൻ്റെ പേര് ചോദിച്ചു, ഞാൻ യാസർ. പിന്നെ പുള്ളി ആ ഷൂട്ട് കഴിയുന്നവരെ 2 ദിവസം എന്നോട് യാസർ, കാരണം പുള്ളി ഓർമ്മയുണ്ട്, അത്രയും കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളാണെന്ന് ഉറപ്പല്ലേ, ഇത്രയും വലിയ ഫിലിം മേക്കർ. എന്നിട്ട് അത് അപ്പോഴും എന്നോട് റെഡി ഡയലോഗെല്ലാം പഠിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചു. പിന്നെ കുറച്ച് ഇപ്പോൾ മമ്മൂക്കയുടെ ഡിഫൻഡർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മമ്മൂക്കയുടെ പടമല്ലേ, മമ്മൂക്ക പ്രൊഡക്ഷൻ, മമ്മൂക്കയുടെ അഭിനയിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കാണാൻ ഒരു ഫോട്ടോ എടുക്കാം, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ വിനീതേട്ടനുണ്ട്, നമ്മുടെ ആക്ടർ വിനീതേട്ടൻ. അപ്പോൾ വിനീതേട്ടൻ ഞാനുള്ള സീൻസിൽ വിനീതേട്ടൻ ഞങ്ങൾ സംസാരിക്കരുത്. അപ്പോഴാണ് മമ്മൂക്കയുടെ ഡിഫൻഡർ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ മമ്മൂക്കനെ മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഓക്കെ പോയൊരു ഫോട്ടോ എടുക്കണം. അപ്പോൾ വിനീതേട്ടൻ പറഞ്ഞു, ഞാനൊന്ന് മമ്മൂക്കയുടെ ഫോട്ടോ എടുക്കാം. അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിനകത്ത് എന്നെയും കൂടി വിളിക്കുമോ പ്ലീസ്, എനിക്കൊരു ഫോട്ടോ എടുക്കണം, ഒന്ന് സംസാരിക്കണമല്ലോ. പുള്ളി പോയി. അപ്പോൾ പുള്ളിയോട് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ പരിചയപ്പെട്ട മനുഷ്യനല്ലേ. പുള്ളി ക്യാരവനിൽ കയറി പോകുന്നത് ഞാനിങ്ങനെ നോക്കിയിരുന്നു. സാരമില്ല, ഒരു ഫോട്ടോ എടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഷോട്ട് എടുക്കാൻ വിളിച്ചപ്പം നോക്കിയപ്പം ഞാൻ ഡയലോഗ് ഇവിടുത്തെ ഒരു കുറച്ച് വൈഡ് സീൻ ഉണ്ടായിരുന്നു, കുറച്ച് ഓഡിയൻസും ക്രൗഡൊക്കെ ഉള്ളു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി നിന്ന് സംസാരിക്കുന്ന മമ്മൂക്കയുടെ കൂടെയാണ്. നമുക്ക് അവിടെ ഇരിക്കണോ? റിഹേഴ്സൽ ഒരു ഷോട്ട് എടുത്തപ്പോൾ അസോസിയേറ്റ് വന്ന് നിന്നപ്പോൾ ഞാൻ
സത്യം പറഞ്ഞാൽ എൻ്റെ കുറേ നാൾ സ്വപ്നമായിരുന്നു ലാലേട്ടനെ മമ്മൂക്കേനെ കണ്ടു ഒരു ഫോട്ടോ എടുക്കുക. ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ടെൻഷനായി. സിങ് സൗണ്ടാണ്, ഡയലോഗ് കറക്റ്റ് പറയണ, പ്രോംപ്റ്റിംഗ് ഒന്നുമില്ല. ഡയലോഗ് തെറ്റിയാൽ പണിയായി. മമ്മൂക്ക ഫ്രണ്ടിൽ നിൽക്കുന്നതിൻ്റെ ടെൻഷൻ വേറെ, ഗൗതം മേനോൻ്റെ ടെൻഷൻ, സാറിൻ്റെ ടെൻഷൻ വേറെ. എനിക്കാണെങ്കിൽ നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ ഇത്രയും കാലം അഭിനയിക്കാൻ നടന്നിട്ട് ഒരു കാര്യമില്ല. ചീത്ത പേരാവും, ഇവനെ ആരാ പറഞ്ഞു വിടാന്ന് പറഞ്ഞാൽ തീർന്നു. ഞാൻ ലിറ്ററലി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എടുത്തു, 2 ക്യാമറ ഉണ്ടായിരുന്നു. ഓക്കെ. എന്നിട്ട് ഗൗതം സാർ പറഞ്ഞു എന്തോ എനിക്കോട് ടെക്നിക്കലി എന്തോ ഒന്നുകൂടി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു നമുക്ക് ഒന്നുകൂടി ഇമ്പ്രൂവൈസ് ചെയ്താൽ, ഡയലോഗ് ഇമ്പ്രൂവൈസ് ചെയ്യാൻ ഓക്കെയാണോ? അപ്പോൾ ഞാൻ സന്തോഷമാണ്, പക്ഷേ പേടിയാണ്. കാരണം ഈ ഇമ്പ്രൂവൈസ് ചെയ്യുന്നുണ്ട്. സാർ എന്തോ കുറച്ചുകൂടി എന്തോ ആഡ് ഓൺ ചെയ്തു തന്നു. അത് വായിച്ചു നോക്കാൻ പറഞ്ഞു. നമുക്ക് വന്നിരുന്നപ്പോൾ എൻ്റെ മുമ്പിൽ എനിക്കൊന്നും കാണില്ല. കാരണം നമുക്ക് നമ്മുടെ കണ്ണിലോട്ട് നോക്കി നിൽക്കുമ്പോൾ ഈ 10-50 വർഷം നമ്മൾ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയും ക്യാരക്ടേഴ്സ് എൻ്റെ മനസ്സിൽ മൊത്തം ഓരോ ക്യാരക്ടറാണ്. ജോസഫ്, അലക്സ്, ഇതൊക്കെ വരുമ്പോൾ അതൊക്കെ വന്നു പോവാണ്. ഇത്ര ഒരു മീറ്റർ ഡിസ്റ്റൻസിൽ മമ്മൂക്കയാണ് നിൽക്കുന്നത്, സാക്ഷാൽ മമ്മൂട്ടി. മമ്മൂക്കയുടെ മുമ്പിൽ നിന്നിട്ട് ഞാനത് എനിക്ക് എൻ്റെ ഡ്രീമായിരുന്നു ചെയ്തു. പിന്നെ അതിന് ശേഷമുള്ള സീൻസൊക്കെ കൂടെ പോകും. പിന്നെ എനിക്ക് ഓക്കെ കുഴപ്പമില്ല. നമുക്ക് ഡയലോഗ് പറയുന്നത് പോലും നമുക്ക് അറിയില്ല. പക്ഷെ ഫ്രെയിമിൽ നമ്മൾ കാണുമ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ കണ്ട സാധനം അല്ല അത്. ഇത് കഴിഞ്ഞിട്ട് ക്യാമറ ഓഫ് ആയ ശേഷം നമുക്ക് എടുത്ത് പോയി ഫോട്ടോ എടുക്കലും. അപ്പ് ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് പോയി ഷൂട്ട് കഴിഞ്ഞിരുന്നു. പിന്നെ അവിടെ കാണാൻ ഔട്ട്ഡോർ ആയിരുന്നു, കുറേ ക്രൗഡ് ഉണ്ടായിരുന്നു. നമുക്കതിനെ വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ക്രൗഡ്സ് ഉണ്ടായിരുന്നു. അത് നെക്സ്റ്റ് ഇൻഡോർ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് സീനായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ജോജി ചേട്ടനെല്ലാം കണ്ട് ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കണം. ഈ കോസ്റ്റ്യൂമിൽ എടുക്കണ്ടല്ലോ. ഞാൻ ഇല്ല കോസ്റ്റ്യൂം എടുക്കുന്നില്ല, ചേഞ്ച് ചെയ്ത് ഞാൻ പേര് ചേഞ്ച് ചെയ്ത് വന്നു സീൻ കഴിഞ്ഞ്. അപ്പോൾ അന്ന് അമ്മയുടെ എന്തോ ഇവന്റ് നടക്കുന്നുണ്ട്. നമുക്ക് പോകാൻ വേണ്ടി കാരവനെന്ന് ഇറങ്ങി വണ്ടി കയറാൻ നമുക്കതിനെ കാണാൻ വേണ്ടി കുറേ പേര് വന്ന് നിൽക്കുന്നുണ്ട്. കാക്കനാടിലാണ്, രാജഗിരി കോളേജ്, അവിടെ അതിൻ്റെ ക്യാമ്പസിൻ്റെ അടുത്ത്. എന്നിട്ട് ഞാൻ പോയി ജോജി ചേട്ടൻ പോയി പറഞ്ഞു, എന്നെ വിളിച്ചു വരാൻ പറഞ്ഞു. ഞാൻ പോയി ഫോട്ടോ എടുത്തു. 2 ദിവസം കൂടി ഫോട്ടോ കിട്ടി. ആ ഫോട്ടോ ഇപ്പോഴും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ്, എൻ്റെ ഡ്രീമാണ്. വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി.